അതെ, ഒരു നരകാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ യോഗ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്, യോഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് നരകമായി സ്വർഗീയത നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ഈ അഷ്ടാംഗയോഗം. അഷ്ടാംഗയോഗത്തിലെ യമം തൊട്ട് നിയമം തൊട്ട് നമ്മൾ അത് ക്രമമായിട്ട് പഠിച്ച് വന്ന് കഴിയുമ്പോൾ മാത്രമാണ് ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ധ്യാനം ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ഭജനം കൂട്ടത്തോടു കൂടി ചെയ്യും. നമ്മളുടെ ലക്ഷ്യമല്ല, ധന്യമായിരിക്കുന്ന ആ ലക്ഷ്യമല്ല, ആധുനികമായിരിക്കുന്ന ലക്ഷ്യമല്ല അടുത്ത ആളുടെ അല്ല അല്ല. അപ്പോൾ നമ്മളുടെ എല്ലാം ധ്യാനം ഒന്നല്ല. ഇപ്പൊ ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാൻ പറ്റും. എല്ലാവരും ഒരു കുപ്പായാണല്ലോ കിട്ടുന്നത്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, അത് ധ്യാനിക്കുന്നു. അതാണോ ധ്യാനം? കൂട്ടത്തോടു കൂടി ചെയ്യാൻ പറ്റില്ല ധ്യാനം. അത് ഭജിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതെ, ഭജനം കൂട്ടത്തോടു കൂടിയാണ്. ഭജനം എന്ന് പറഞ്ഞാൽ ഭജിക്കുകയാണ്. ആ ഭജനം കൂട്ടത്തോടു കൂടിയേ നടക്കുള്ളൂ. പക്ഷെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധ്യാന കേന്ദ്രങ്ങളും അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രീകൃത ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഒരു ഗുരുവിൻ്റെ മുമ്പിൽ പോയി കണ്ണുമടച്ച് മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയിരിക്കുന്നതാണ് ധ്യാനം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടച്ചിട്ട് മുറിയിൽ കുറേ പേര് തിങ്ങിക്കൂടി ഇരുന്ന് കണ്ണുമടച്ച് ഇരിക്കുന്നതാണ്, ഏതെങ്കിലും നാമം ഉരുവിടുന്നതാണ് ധ്യാനം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതുകൊണ്ട് ഏത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ്? ഈ ദൈവമെല്ലാം ഇവിടെ ഉണ്ട്, ലൈവാണ്. ആകാശത്തിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ഒന്നും മറഞ്ഞിരിക്കുന്നതില്ല. മറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നിഗൂഢത മനസ്സിൽ മാത്രമാണ്. ഇതാണ് തെളിഞ്ഞിരിക്കുന്ന ആകാശത്തിലാണ് എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അതിനെ കാണാനുള്ള ശേഷിയാണ് ഉണ്ടാവേണ്ടത്. എല്ലാ മനുഷ്യരും ഇതാണ് അറിയേണ്ടത്. ഇതറിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരും. ശിവനെ കാണാനാണോ ധ്യാനിക്കുന്നത്? എല്ലാവരും ശിവനെ കാണണം. ഏകദൈവത്തെ കാണാനാണോ പ്രാർത്ഥിക്കുന്നത്? വിഷ്ണുവിനെ കാണാനാണോ? ഈ മണ്ണാണ് ശിവൻ. രൂപമായിരിക്കുന്ന പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന ഭീമാവസ്ഥയിലുള്ള ഭീമനാണ് ഈ ശിവൻ. ഈ വൈഭവമായിരിക്കുന്ന ഈ പരമശിവനാണ് ഭൂമി. ഈ ചന്ദ്രനാഥനാണ് ഭൂമി. ഈ ജീവധരനാണ് ഭൂമി. നാഗം ജീവനെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ അനന്തകോടി ജീവജാലങ്ങളെ കഴുത്തിൽ ധരിച്ചു കിടക്കുന്ന ആ ശിവനാണ് ഭൂമി. വ്യോമകേശനാണ്. ഈ മേഘത്തെ ജടയായി മുടിയായി ധരിച്ചിരിക്കുന്ന ശിവനാണ് ഭൂമി. അർദ്ധനരീശ്വരനാണ്. 7 കടലും 7 കരയും ചേർന്ന അർദ്ധനരീശ്വരനാണ് ഭൂമി. ആനന്ദ നടനമാടുന്ന സദാനന്ദനാണ് ഭൂമി. നടരാജനാണ് ഭൂമി. ഇതറിയണം മനുഷ്യർ. ബീജഗോളമായ ഭൂമിയിൽ ബേസായിരിക്കുന്ന ബീജം ഋഷഭത്തിൻ്റെതാണ്. ആ ഋഷഭവാഹനാണ് ഈ ബീജഗോളം. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതറിയാനായിട്ട് പഠിക്കുകയാണ് വേണ്ടത്. ഏതൊരു വിഷയവും പഠിക്കുക വേണ്ട. കണ്ണുമടച്ച് മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയിരുന്ന ദൈവത്തെ കാണാൻ പറ്റില്ല. ഒരു മുജ്ജന്മവും കാണാൻ പറ്റില്ല. ആ മുജ്ജന്മത്തിന് കഞ്ഞി കൊടുക്കാതെ ഈ മുജ്ജന്മത്തെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വൃദ്ധസദനത്തിലാക്കിയേക്കുവാണ്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അമ്പലപ്പടിക്കലോ പള്ളിപ്പടിക്കലോ തള്ളിയിട്ടാണ് മുജ്ജന്മത്തെ തപ്പി ഓരോ ആചാര്യന്മാരുടെ മുമ്പിൽ പോയി കണ്ണു അടച്ച് മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കിയിരിക്കുന്നത്. മുജ്ജന്മ ഭാവം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചാത്തൻകാവുകളിൽ പോയിട്ട് ഉള്ളതെല്ലാം. അതുപോലെ തന്നെ പരദേവത. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നും എന്നോട് ചോദിച്ചു, നമ്മുടെ പരദേവത കുടുംബദേവത എങ്ങനെ കണ്ടുപിടിക്കുന്നു? കുടുംബദേവത സ്ത്രീ തന്നെയാണ്. നമ്മുടെ അമ്മമാരാണ് നമ്മുടെ കുടുംബത്തിലെ വിളക്ക്, ദേവി, ദേവത. നമ്മളുടെ ഇടങ്ങളിൽ, നമ്മൾ ജനിച്ച ഇടങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും കാവുകളും ആ ചെടികളും ആ മണ്ണും ആ വായുവും ആ ഫലമൂലങ്ങളും എല്ലാം തന്നെയാണ് നമ്മുടെ പരദേവതാഭാവത്തിൽ നിൽക്കുന്നത്. നമ്മളുടെ ജീവനെ സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവം ആ മണ്ണാണ്, ആ വൃക്ഷലോകമാണ്, ആ സസ്യലോകമാണ്. സർവ്വതും അവിടുത്തെ വൈഭവമാണ്. നമ്മളുടെ ഒരു കുലം ജനിക്കുന്നത് ആ കുലദേവതയിൽ നിന്നാണ്. ആ ഇടത്തിന്, നമ്മളുടെ മാതൃത്വത്തെ പകർന്നു തന്ന ആ ഇടത്തിന് നമുക്കൊരു മഹത്വം കൽപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവണം. അവിടെ ചെല്ലുമ്പോൾ ആ മണ്ണിലൊന്ന് തൊട്ടുതൊഴാൻ നമുക്ക് കഴിയണം. എന്നെ ജനിപ്പിച്ച, എന്നെ വളർത്തിയ, എനിക്ക് ശരീരം തന്ന എൻ്റെ ദേഹമാണ് എൻ്റെ ഈ ദേശം എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഭാരതീയർ ഈ കുലദേവതാ സമ്പ്രദായം. ജനനശേഷം നാട് വിട്ട് മറ്റു പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആള് പരദേവതാ ക്ഷേത്രങ്ങളിൽ വരാറുണ്ട്. അവൻ ജനിച്ച സ്ഥലത്ത് വരാറുണ്ട്. അതെന്നെ അവരുടെ അച്ഛനമ്മമാര്, അവരുടെ എത്രയോ പൂർവികര് ആ മണ്ണിൽ നിന്ന് ശരീരത്തെ ആവാഹിച്ച് ആ മണ്ണിൽ തന്നെ ലയിച്ച് ആ മണ്ണിൽ തന്നെ ഇല്ലാതായവരാണ്.
അതെ. ആ ദേഹം എന്ന് പറയുന്നത്, ആ ദേശം എന്ന് പറയുന്നത് നമ്മളുടെ പൂർവികരുടെ ഈ ശരീരം തന്നെയാണ്. ആ ശരീരം അവരുടെ ആത്മശക്തിയും അവരുടെ ആത്മവൈഭവവും അവരുടെ പ്രവൃത്തിയുടെ ഫലവുമാണ് ആ തൊടികളുടെ രൂപം എന്നൊക്കെ അതാണ് തിരിച്ചറിയുന്നത്. പരദേവതാ സ്ഥാനം. അതാണ് പരദേവതാ സ്ഥാനം. അതൊരിക്കലും മാറ്റപ്പെടുന്നില്ല. അതെങ്ങനെയാണ് മാറുന്നത്? അതുകൊണ്ടാണ് പലരും യാത്രകൾക്ക് ശേഷവും പല ജീവിത സന്ദർഭങ്ങളിലും സ്വന്തം ജനനപ്രദേശങ്ങളിൽ ചെല്ലുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. മാതൃരാജ്യത്തോട് എങ്ങനെ കൂറുണ്ടാകുന്ന ഒരാൾക്ക്, അത് തന്നെ ഒരു മാതൃദേശത്തോട് എങ്ങനെ കൂറുണ്ടാകുന്നു? നമ്മുടെ ജന്മനാടിനോട് നിനക്ക് എങ്ങനെ ഒരു കൂറ്? അമ്മയോട് എങ്ങനെ ഉണ്ടാവും? നമ്മുടെ അമ്മയോട് എങ്ങനെ ഉണ്ടാകുന്നു? അതല്ലാതെ ജോത്സ്യൻ പറയുന്നതാണോ പരദേവത? ആണോ? അല്ല, ഇതറിയണം, ജനങ്ങളിത് അറിയണം. അതെ, നമ്മൾ വളരെ സിമ്പിളാണ്. നമ്മൾ ജനിച്ച മണ്ണിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും, നമ്മളുടെ മേലിൽ തരിക്കും. ഈ മണ്ണിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അതിന് കഴിയണം, നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ ഉയിരിനെ തന്ന മണ്ണിനെ നമുക്ക് അറിയാൻ കഴിയണം, വണങ്ങാൻ കഴിയണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഈ മണ്ണിനെ തൊട്ടുതൊഴാൻ കഴിയണം. മണ്ണിനെ തൊട്ടുതൊഴാൻ പറ്റുന്ന മണ്ണ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചെന്നാൽ അതില്ല. അത് ക്ഷേത്രഭൂമികളിൽ മാത്രമാണുള്ളത്. ഇപ്പോഴും അവിടെ ചെരുപ്പിട്ട് കയറാമെന്ന് പറയുന്ന ആചാര്യന്മാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതേ രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ച് നിൽക്കുകയാണ്, എല്ലാം മറന്ന് നിൽക്കുകയാണ്. ഇതിന് മോചനം ഉണ്ടാകണമെങ്കിൽ ഈ ശ്രീരാമ സിദ്ധാന്തം എല്ലാവരിലും എത്തണം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അറിവിലേക്ക് തിരിച്ചു വരണം. ഇതിപ്പോൾ തമാശയായിട്ട് ഇത് പറഞ്ഞെങ്കിലും ഇതിനകത്ത് കരയാൻ മാത്രമുള്ള വകുപ്പുകളുണ്ട്. കാരണം കരയുന്നത് വേറെ ആരും ഓർത്തിട്ടല്ല. കഞ്ചാവും പെത്തലീനും ബ്രൗൺ ഷുഗറും മദ്യവും ഈ നമ്മുടെ ലോട്ടറിയും അതിനേക്കാളും എല്ലാം വലിയ വിപത്താണ് ഈ അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിൻ്റെ മായിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ കാണുന്നത് മുഴുവൻ ഈ അജ്ഞതയാണ്, കേൾക്കുന്നത് മുഴുവൻ ഈ അറിവുകേടാണ്. നമ്മളുടെ സ്വരശ്രുതിക്ക് കാരണം ഈ ആകാശമാണ്. ഈ ആകാശം ശുഭ്രവസ്ത്രയാണ്. സരസ്വതിയുടെ വസ്ത്രം വെളുത്തതാണ്. അത് ഈ സൗരോർജത്താലാണ് ആ വെളുപ്പുണ്ടാകുന്നത്. സൂര്യന് കാവ്യവർണ്ണമാണ്, അഗ്നിക്ക് കാവ്യവർണ്ണമാണ്. ആകാശത്തിന് ഡാർക്ക് എനർജിയാണ് ആകാശം. ആ അഗ്നി ചേരുമ്പോഴാണ് ആ രാജസം എന്ന് പറയുന്ന ഗുണം രാക്ഷസി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അത് രാജസിയാകുന്നത്. അപ്പോഴാണ് രാജസി സരസ്വതിയാകുന്നത്. സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്നവൾ, 64 കലകളാൽ ആനന്ദിപ്പിക്കുന്നവൾ. ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിൻ്റെതാണ്. ആകാശത്തിൻ്റെതാണ് ആ വിജ്ഞാനത്തെ ധരിക്കുന്ന ഗുണം. അഗ്നിയാണ് വിജ്ഞാന കാരണം. അഗ്നിയെ ധരിക്കുന്നത് ആകാശമാണ്. അപ്പോഴാണ് നമുക്ക് ആനന്ദമയ എന്ന് പറയുന്ന അവസ്ഥ. ആനന്ദം ആകാശത്തിൻ്റെതാണ്. അത് അമ്മയിൽ നിന്നാണ്. കേട്ടറിവ് ഏറ്റവും കൂടുതൽ മക്കൾ കേൾക്കുന്നത് അമ്മയിൽ നിന്ന് ഉള്ള അറിവില്ല. കണ്ടറിയുന്ന ഗുണം അച്ഛൻ്റെതാണ്. അഗ്നിയാണ് അച്ഛൻ, ഈ മണ്ണാണ് ഗുരു. രണ്ട് മാത്രമേയുള്ള ഈ ഗുരു ഈ ഭൂമിയാണ്, അത് ശിവനാണ്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണം. പ്രത്യക്ഷമായിരിക്കുന്ന കണം ഭൂമിയാണ്, മണ്ണാണ്. മറ്റെല്ലാം നമുക്ക് കാണാൻ കഴിയില്ല. ജലം പോലും ഈ മണ്ണിൽ താമസിയായിരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ വൈഫ്. ഈ മണ്ണിലേക്ക് ജലം ചേരുമ്പോൾ മാത്രമാണ് അത് ജീവനുള്ളതാകുന്നത്. ജീവൻ ജലമാണ്.